എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ജനുവരി 10 നിങ്ങളുടെ വീട്ടിൽ എന്താണെന്ന് അറിയില്ല. ഇതായാലും ബാളൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 10 ആയതുകൊണ്ട് കുറച്ച് റെസൊല്യൂഷൻസ് എടുക്കാം. പിന്നെ പറ്റിയില്ല റെസൊല്യൂഷൻസ് ഒന്നും എടുക്കാൻ ജനുവരി തൊട്ട്. അതുകൊണ്ട് നാളെ മുതൽ ബാളു വേറൊരാളാവാൻ പോവാം. എന്താണ് റെസൊല്യൂഷൻസ് ആദ്യം കേൾക്കണ്ടേ? നമുക്ക് റെസൊല്യൂഷൻസ് വേണം. ഫസ്റ്റ് റെസൊല്യൂഷൻസ് നമ്മൾ തീരുമാനിച്ചു വയ്ക്കണം. റെസൊല്യൂഷൻസ് ആണ് നമ്മളെ പുതിയൊരു മനുഷ്യനാക്കാൻ പോകുന്നത്. നാളെ മുതൽ വളു എന്തായാലും വളു റെസൊല്യൂഷൻസ് പറ്റുന്ന രീതിക്ക് ഫോളോ ചെയ്യും. അപ്പം നിങ്ങളത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ റെസൊല്യൂഷൻസ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്നേക്കുന്നത്. നമ്മൾ കുറേ നേരമായില്ലേ വന്നിട്ട്. വളരെ പരിയായിരുന്നു എന്നിട്ട് ആരും മൈൻഡ് ചെയ്തില്ല അല്ലേ. ഞാൻ വിചാരിച്ചു ചോദിക്കുന്നു, ഒരു കമൻ്റ് ഒക്കെ ഇടുന്നത് ഞാൻ വിചാരിച്ച്. നിങ്ങളാരും ഇട്ടില്ല. ഞാൻ ഇതിങ്ങനെ പ്രശ്നങ്ങളൊക്കെ അല്ലേ. എന്നെ ഭയങ്കര പ്രശ്നമായിട്ടില്ല എല്ലാവരും കാണുന്നത്. എന്നെ കാണുന്നില്ലല്ലോ. കാണട്ടെ. അപ്പം ആള് 11 മണിക്ക് കുളിച്ചു. ഇപ്പം എത്ര മണിയാ? 18. ആള് 11 മണിക്ക് കുളിച്ചു. പിന്നെ എൻ്റെ ഫുള്ള് കാണില്ല കേട്ടാ. ഈ ക്ലിപ്പൊക്കെ കുത്തിയിടാതെ കാണിക്കണം. യോ ഇങ്ങനെ യെസ്. അപ്പം വാള് 11 മണിക്ക് കുളിച്ചു. പക്ഷെ വാള് നാളെ മുതൽ അങ്ങനെ ആയിരിക്കില്ല. വാള് യോഗ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. വാളിൻ്റെ യോഗ ക്ലാസ് കാണണ്ടേ നിങ്ങൾക്ക്? വാള് യൂട്യൂബിൽ വീഡിയോ ഇടുമായിരിക്കില്ലേ, യോഗ ക്ലാസ്സിൻ്റെ വീഡിയോ. അപ്പം നിങ്ങൾ അതൊക്കെ കാണാം, എൻജോയ് ചെയ്യുക. നിങ്ങൾ തന്നെ യോഗ ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. വാള് ഭയങ്കര ഹെൽത്ത് കെയർ ആയതുകൊണ്ട് അങ്ങനെയാണ്. വീണ്ടും പിന്നെ അതില്ലല്ലോ. അപ്പം നോക്കിയാലും കറങ്ങി കിടക്കും. അപ്പം നിങ്ങൾ ഹെൽത്തൊക്കെ കെയർ ചെയ്ത് നടക്കുക. കുറേ പ്രായമായില്ലേ നമുക്ക്. നമ്മൾ ഹെൽത്തൊക്കെ കെയർ ചെയ്ത് നടക്കണ്ടേ. ഞാനൊരു പാട്ട് പാടാം. നിങ്ങളത് ഏതാദ്യം ഗസ് ചെയ്യൂ. ആവത്താവത്ത് 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 ഗസ് ചെയ്തിട്ടുണ്ടാവും. ഞാനൊരു ക്ലൂ തരാം. അതൊരു പാട്ടാണ് കേട്ടോ. ഗസ് ചെയ്യ്. പിന്നെ നമ്മൾ തൃശ്ശൂരാണ് താമസിക്കുന്നത്. താല്പര്യക്കാവ് പോകും. നമ്മൾ റൈഡ്സിൽ കയറും. നിങ്ങളവിടെ വെച്ച് കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. പല്ലേച്ചില്ലേ, എക്സൈറ്റഡ് ആണ് ഞാൻ നിങ്ങളെ അവിടെ വെച്ച് കാണാൻ. നിങ്ങൾ എന്നെ കാണാൻ വരണം. വാള് ഇവിടെ ഇടാം. വാളുടെ ഫോട്ടോസൊക്കെ ചോദിക്കും കേട്ടോ. വാള് എടുക്കാനുണ്ട്. നിങ്ങൾ വരുമല്ലോന്ന് അറിഞ്ഞുവിടാ. പക്ഷെ വാള് അവിടെ ഉണ്ടാവും. നിങ്ങളെ 100 പേരെ കാണാൻ വാള് എന്തൊരു എക്സൈറ്റഡാ. നിങ്ങൾ വാ. വാള് ഭയങ്കര എക്സൈറ്റഡാണ് നിങ്ങളെ കാണാൻ. വാള് വരെ നിർത്തപ്പി ആര് വരണ്ട്. എല്ലാവരും ശല്യം പോട്ടെ എന്ന് പറഞ്ഞ് വിടില്ല അങ്ങോട്ട്. എന്നാലും നിങ്ങൾ വരുന്നത് എനിക്ക് തോന്നുന്നു. നിങ്ങൾ വരണം. നമ്മുടെ ചാനൽ 100 സബ്സ്ക്രൈബേഴ്സ്. അതിന് സ്പെഷ്യൽ വീഡിയോ വരുന്നതായിരിക്കും വെനസ്ഡേ 27 അല്ലേ, ജനുവരി 27 സ്പെഷ്യൽ വീഡിയോ വരുന്നതായിരിക്കും. അതാണ് തുടങ്ങുന്നത്. നമ്മൾ നേരത്തെ വീഡിയോ എടുത്ത് വയ്ക്കും, പക്ഷെ 27 നമ്മൾ ഇടും. അങ്ങനെയാണല്ലോ കാര്യങ്ങളുടെ കിടപ്പ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ എനിക്ക് പനിയായിപ്പോൾ ചോദിക്കുമ്പോൾ അവിടുത്തെ വരാതെ വളരെയൊന്നും പറ്റി, വളരെ പനി പിടിച്ചോ എന്നൊക്കെ ചോദിക്കും. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ വിളിച്ചില്ലല്ലോ. നിങ്ങൾ വിളിക്കാത്തതുകൊണ്ട് എനിക്ക് വിഷമമാകെ. എന്താന്ന് വെച്ചാൽ എനിക്ക് പിടിച്ച് സംസാരിക്കാതെ നിങ്ങൾ വിളിക്കാത്തപ്പോൾ എനിക്ക് വിഷമമായി. കാരണം ഞാനുണ്ടല്ലോ എത്ര ആലോചിച്ചു. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു ഹലോ എങ്കിലും ഇടുന്ന് ഞാൻ വിചാരിച്ചു. ഒരു കമൻ്റ് ഇടാൻ പറഞ്ഞിട്ട് ആരും ഒരു കമൻ്റ് ഇടുന്നില്ല. ഒരു ഹായ് ഇട്. എന്താ ഇതൊക്കെ വായിക്കാൻ ആഗ്രഹമില്ലേ? നിങ്ങൾ പറയും എന്താണ് ഇത് കഴിച്ചതെന്നൊക്കെ പറയും. നാളെ മുതൽ നല്ല റെസൊല്യൂഷൻസ് കിട്ടുന്നത് നല്ല കുട്ടിയാകാൻ പോവുക. എക്സസൈസ് ചെയ്ത് ആരോഗ്യം നോക്കാൻ പോകണം. പിന്നെ കുറച്ച്
പക്ഷെ തടി കുറയ്ക്കാൻ പോകില്ല കേട്ടോ, അതാണല്ലോ നമ്മുടെ പ്രതീകം. എക്സസൈസ് ചെയ്ത് ആരോഗ്യം നോക്കുന്നു, ഫുഡ് കഴിക്കുക, നമുക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ കഴിക്കുന്നു, ഡെയിലി യോഗ ചെയ്യുന്നു, മാസത്തിലൊരിക്കലും ഒരു മിഠായി കഴിക്കുന്നു, എന്നൊക്കെ ആഗ്രഹങ്ങളാണ്. പക്ഷേ നാളെ നടക്കും. ഞാൻ നാളെ ഇനി മുതൽ മിഠായി കഴിക്കൽ നിർത്തി പുഴുപ്പല്ല് വരണ്ട്. പുഴുപ്പല്ല് ഒരു കമ്പിയൊക്കെ ഇട്ട് അലപ്പായി. കമ്പി ഇടണ്ട, നല്ല വേദനയാണ് കമ്പി ഇടാൻ. കമ്പി ഇട്ടിട്ടുള്ളവർക്ക് അറിയാമല്ലേ, വല്ലവരും പറയണ കേൾക്കും, നല്ല വേദനയാണ്. അപ്പം നിങ്ങളതൊക്കെ ഫോളോ ചെയ്യാൻ പാടില്ല. പോലെ സിനിമയൊക്കെ കാണും, പിന്നെ പഠിത്തത്തെ കുറിച്ച് വലിയ ഇതൊന്നുമില്ല കേട്ടോ എനിക്ക്, ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല. പക്ഷെ വളരെ നാളെ മുതൽ സിനിമ കണ്ട് രസിക്കും, മൊബൈൽ അരമണിക്കൂറെ കാണൂ, അങ്ങനെയൊക്കെ. പണ്ട് മാളും 1 മണിക്കൂറൊക്കെ ഇരുന്ന് കാണുമായിരുന്നു, പക്ഷെ നാളെ മുതൽ മാളും അരമണിക്കൂറെ കാണും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. ഇതിന് മുമ്പ് നമ്മൾ ഹാരി പോട്ടറിൻ്റെ കിൻഡർ ജോയ് മേടിക്കാൻ പോകുന്നുണ്ട്. അതിന് കുറച്ച് സീക്രട്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെൻ്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ കുറച്ച് സീക്രട്സ് പറഞ്ഞുതരാം. ഹാരി പോട്ടറിനെ തന്നെ കിട്ടണം. നിങ്ങൾ ഹാരി പോട്ടർ ഫാൻ അല്ലെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഷോർട്സ് വീഡിയോയിൽ ഒരു കോഡ് എൻ്റെ കമൻറ്റ് ബോക്സിൽ മറ്റേ കമ്മ്യൂണിറ്റി ബോക്സിൽ ഒരു കോഡ് ഞാൻ വയ്ക്കാം. ആ കോഡ് നിങ്ങൾ നോക്കാം. ഞാൻ ഇവിടെ ഹാരി പോട്ടറിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും അവിടെ. ആ കോഡുള്ള കിൻഡർ ജോയ് തന്നെ മേടിച്ച എക്സാമ്പിൾ ഹാരി പോട്ടർ എഴുതിയിട്ട് അടിയിലൊരു കോഡ് ഉണ്ടാവും, ഹാർമോൺ പറഞ്ഞിട്ടൊരു അടിയിൽ എഴുതിയിട്ടുണ്ടാവും. അതിലൊരു കോഡ് ഉണ്ടാവും. അതിൽ ഒരു കോഡല്ല, കുറച്ച് കോഡുണ്ട്. ഹാരി പോട്ടറിന് മാത്രം ഒറ്റ കോഡുള്ളൂ. റോണിനും ഹാർമോണിക്കും കുറേ ഒരു 5-6 കോഡുകളുണ്ട്. നിങ്ങൾ അതൊക്കെ നോക്കി മേടിക്കുക. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. കമൻറ്റ് ബോക്സിലുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സ് അല്ല, കമ്മ്യൂണിറ്റി ബോക്സിൽ നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മൾ പിന്നെ ഒരു ഹാരി പോട്ടർ അൺബോക്സിങ് വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. സസ്പെൻസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുമ്പോൾ ബായ്. നമ്മൾ സസ്പെൻസ് നമ്മളിപ്പോഴും വെറൈറ്റി ഇരിക്കണം. വെറൈറ്റിയാണ് നമ്മുടെ പെയിൻ. നമ്മൾ ഇപ്പോഴും അടുത്തൊരു വീഡിയോയിൽ വരും. ബായ്.